ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിക വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗുൽമാർഗിലെ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. എക്സൈറ്റഡ് ശിവപ്രിയ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. മുഖത്ത് നമ്മളൊരു പിന്നെ അത് കാണിച്ചോ, ഒന്ന് കാണിക്ക് ടീച്ചറെ. ഓക്കെ ഇതിൽ ചെറിയ തണുപ്പ് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ മുഖമെല്ലാം വർക്കിട്ട് പോകുന്നത്. എല്ലാവരുടെ മുഖത്തും 110 വാട്ട്സാ വോൾട്ടാ, 110 വാട്ട്സ്, അത്രയും ചിരിയാണ്. എല്ലാവരും ഹാപ്പി അതെ, എക്സൈറ്റഡ്. മുഖം താക്കും. ഞാൻ കണ്ണൂരിനടുത്താണ്. കണ്ണൂര് കൂത്തോർമ്മനടുത്ത്. അതെ, ത്രില്ലിലാണല്ലേ, ഗൊണ്ടോളയിൽ കയറാനുള്ള ത്രില്ലിൽ. ശ്രീമാരാട്ട ത്രില്ലില്. ടീച്ചറെ ഹാപ്പിയാണ്. ടീച്ചർ ഇത്ര ഹാപ്പി ആയിട്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഇത്രയും ഹാപ്പി ആയിട്ട് കണ്ടില്ല. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഈ ടീച്ചർ ബാക്കിലല്ലേ, ടീച്ചറെ പേര് ആത്മഹർഷ. ഇന്നാണ് നല്ല ഹർഷം കാണുന്നത്. ഇത് ടീച്ചർ ഹസ്ബൻഡ് പിന്നെ കമൽ സാർ. പേര് പറഞ്ഞ ദേവികേൻ്റെ മുഖത്ത് ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടാ. ഒന്ന് പേര് പെട്ടെന്ന്. ജയദീപ് ഹാപ്പി. ഗോപിക സുഗുണേട്ട. ഗൊണ്ടോളയിലേക്കുള്ള ക്യൂവിലാണ് ഞാനും ബാക്കിയുള്ളവരും. എല്ലാവരും എക്സൈറ്റഡ് ആണ്, അതുപോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ഒരു പ്രാവശ്യം പോയതാണെങ്കിലും പക്ഷെ ഇന്ന് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ വളരെ സന്തോഷം, വളരെ ഹാപ്പി. നല്ല ക്യൂ ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഗൊണ്ടോളേൻ്റെ തൊട്ടടുത്തെത്തി. ഗൊണ്ടോള ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചാടിക്കയറണം, എന്നിട്ടാണ് ഫേസ് 1 പോവുക. ഇപ്പോൾ മഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ക്യൂ ഏതാണ്ട് ഗൊണ്ടോളയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളെ ആദ്യത്തെ ആള് ഗൊണ്ടോളയിൽ കയറാൻ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് 2650 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ നിന്നാണ് ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗൊണ്ടോള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോപ്പൊന്നും ഉണ്ടല്ല, ഒരു ചെറിയൊരു പോസ് എന്ന് പറയും, ചെറിയൊരു സമയം. ആ സമയത്തിനിടയിൽ നമ്മൾ ചാടിക്കയറണം. ഗൊണ്ടോള സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടല്ല, നമ്മൾ ചെറിയ സ്ലോ മോഷന്. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നല്ല മഞ്ഞായിരുന്നു, ചെറുതായി മഞ്ഞ് വീഴ്ചയുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മഞ്ഞില്ല, പക്ഷെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, ബംഗാളിൽ നിന്നുള്ളവര്. വാട്ട്സ് യുവർ നെയിം? ജ്യോതിക ദാസ്. ബംഗാളിൽ നിന്നുള്ള ജ്യോതിക ദാസ് ആണിത്. അവര് കുട്ടി ഫാമിലിയുടെ കൂടെയാണുള്ളത്. ഗൊണ്ടോള ഇടക്കൊന്ന് സ്റ്റോപ്പായി, കറണ്ട് പോയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ആദ്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത് പൈൻ മരങ്ങളാണ്, വലിയ പൈൻ മരങ്ങളാണ് ഇവിടെ കാണുന്നത് നിറയെ. ഈ മരത്തിന് ഞാൻ കണ്ട പ്രത്യേകത, അടിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് വീതി കൂടുതലുണ്ടാവും. മേലോട്ടെത്തുമ്പോൾ അതൊരു പോയിന്റഡ് ആയിട്ട് മാറും. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. തണുപ്പ് ശരിക്കും കൂടുന്നുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിനെ നമുക്ക് ഇവിടുന്ന് തന്നെ ഫീൽ ചെയ്യാം, തണുപ്പ് കൂടുന്നുണ്ട്. ഞാനേതായാലും പിന്നെ തെർമൽ വെയർ ഉണ്ട് ഉള്ളിൽ, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് മുഖത്തെല്ലാം ഇത് ഫീൽ ചെയ്യും. ഈ പുൽത്തകിടിയിൽ ചെമ്മരിയാടിൻ പറ്റങ്ങൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ച കാണാം. താഴെ പോണി കുതിരകള്. ভালো করে পড়াশোনা করতে হবে, নেতাগিরি করতে হবে। ഇതാണ് ഗുൽമാർഗിലെ കാഴ്ച. അങ്ങ് മേലെ കോടമഞ്ഞ് ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ എത്തിയ ഗൊണ്ടോളകൾ ഇവിടുന്ന് ടേൺ ചെയ്ത് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഗുൽമാർഗ് മെഡോ ഫ്ലവേഴ്സ്. വെയിൽ തീരെയില്ല,
എത്ര തണുപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. മാർച്ചിൽ ഇവിടെ വന്നപ്പോൾ ഫുള്ള് എവിടെ നോക്കിയാലും വെളുപ്പ്, ഐസ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പച്ചപ്പ്. ഈ കാണുന്ന ഉറവയാണ് സെവൻ സ്പ്രിങ്. ഇത് ഈ ഭാഗത്തുള്ള മുഴുവകളും വിൻ്റർ സീസണിൽ ഉറച്ചു പോകുമെന്നാണ് പറയുന്നത്. ഐസായി പോകും. പക്ഷേ ഈ സെവൻ സ്പ്രിങ് മാത്രം ഒരിക്കലും കട്ടയായി പോകില്ല, ഐസായി പോകില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 7 ഹോളുകളിൽ നിന്നാണ് ഈ സ്ട്രീമിലേക്ക് കൂടി വെള്ളം പുറത്തേക്ക് വരുന്നത്. 7 ഹോൾസ്, അതാണ് സെവൻ സ്പ്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡസ്റ്റ് കൊണ്ട് അതെല്ലാം അടഞ്ഞു പോയിട്ടാണുള്ളത്. ഇത് ഈ ഗുൽമാർഗിലെ ഒരു അട്രാക്ഷനിൽ ഒന്നാണ്. അപ്പോൾ കാശ്മീരി കാവ ഉണ്ടാക്കുന്നതാണ് ഇവിടുന്ന്. और केसर हाफ कर दो और पानी कम सब डालना पड़ता है. जो मसाला आता है ना सब इसमें डालना पड़ता ഇതിൽ ഇഞ്ചിയും എല്ലാം കുറേ നമ്മളെ ഇതൊക്കെ ചേർക്കുന്നുണ്ട്. നല്ല ഡൈജഷനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. നല്ല കളർ കേസർ, കുങ്കുമപ്പൂവും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞ കളർ വരുന്നതാണ്. ഇവിടെയെല്ലാം നിറയെ കുതിരകളെ കാണാം. അപ്പോൾ ഇന്ന് യാത്ര കുറഞ്ഞതുകൊണ്ടായിരിക്കാം എല്ലാവരും റെസ്റ്റിലാണ്. ഓട്ടം കുറവായതിനാൽ പാർക്കിങ്ങിലാണ് ഈ കുതിരകളൊക്കെ. നമ്മൾ തിരിച്ചറിഞ്ഞാണ്. കോട വന്നിട്ടുണ്ട് നല്ലോണം, അതുപോലെ തണുപ്പും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്താണ് തിരിച്ചിറങ്ങുന്നത്. കുറച്ചുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ തണുപ്പ് നല്ലോണം കൂടുമായിരുന്നു. അപ്പോൾ സമയം ഏതാണ്ട് 2:45-3 മണിയോടെ അടുത്തു. നല്ല തണുപ്പ് വരുന്നുണ്ട്. അതുപോലെ കോടയും. ഇപ്പോൾ ഈ ഇങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ ചാറാനും മഴ പെയ്യാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ നല്ല രസമുണ്ട് താഴോട്ട് ഇങ്ങനെ പോകാൻ. പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ ഈ പാള വെച്ചിട്ട് ഈ കുന്നിൻ്റെ മേലെ കയറിയിരുന്നിട്ട് ചെറിയ ചെരിവുള്ള, വലിയ കുന്നല്ല, ചെരിവുള്ള സ്ഥലത്ത് ഒരു പാള വെച്ച് അതിലിരുന്നിട്ട് ഊർന്ന് പോകുമായിരുന്നു. അതുപോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും. അടിപൊളി. കവുങ്ങുണ്ടെന്നെ. ഇപ്പം കവുങ്ങില്ല, പാള കിട്ടാനില്ല. ഉണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതുണ്ട്. ഇത് താഴെ കാണുന്നത് ചെറിയ കുടിലുകൾ പോലെയുള്ള വീടാണ്. ആട്ടിടയന്മാർതായിരിക്കും വിചാരിക്കുന്നത്. കാരണം ആടുകളെ കാണുന്നുണ്ട്, ആടിനെ മേയ്ക്കുന്നത് കാണുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ കാശ്മീരി വീടുകളാണ് ഈ കാണുന്നത്, ഹട്ട്സ്. ഇത് കണ്ടോ, ഇവിടെ ആള് ജീവിക്കുന്നുണ്ട്. ആട്ടിടയന്മാരുടെ ഒരു പ്രത്യേകത, ഇവർ ഒരു സ്ഥലത്തും ഇങ്ങനെ പെർമനന്റ് ആയിട്ട് തങ്ങൂല, ഇങ്ങനെ മാറി മാറിപ്പോവും. പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ട് ഇവരിങ്ങനെ പോകും. നല്ല തണുപ്പുണ്ട്. എങ്ങനെ അനുഭവം? സൂപ്പർ. തണുപ്പായത് കൊണ്ടാണ് അതാണ്. കുറച്ച് തണുത്ത സൂപ്പറായി പോയി. പ്രതീക്ഷക്കപ്പുറമാണ്. എങ്ങനെ? സൂപ്പർ സൂപ്പർ. കുതിരയാത്ര നല്ല സൂപ്പർ. കുതിരയാത്ര എന്തായാലും മസ്റ്റ് ചെയ്യണം വരുവാണെങ്കിൽ. ഡെഫിനറ്റ്ലി. കുതിരയുണ്ട്, യാത്രയുണ്ട്. പിന്നെ അരു ഉണ്ട്. വെള്ളച്ചാട്ടം തന്നെ, അരുവിയൊന്നും അല്ല അത്. ശരിക്ക് എന്ത് കണ്ടാലും എത്ര കണ്ടാലും മടുക്കാത്തതാണ് കാശ്മീരിന്റെ ദൃശ്യങ്ങൾ. ഇതാ കുറെ കുടിലുകൾ ഇവിടെ കാണാം. അത് കുറെ ഇപ്പോ എന്താ പറയണ്ടേ, ആളുകൾ താമസിക്കുന്നതിനുണ്ട്, കുറെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ വീട് എന്നുള്ള ഒരു സങ്കല്പം, അത്രേ പറയാൻ പറ്റും. ഇങ്ങനെയും ചില ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനുള്ള ഒരവസരം. ചില പെയിന്റിങ്ങുകളിൽ കാണാം ഇങ്ങനെ ഒരു ചെറിയ, എന്താണിത് എന്റെ ദൈവമേ, നേരത്തെ ഇത് പറഞ്ഞ പോലെ വി മസ്റ്റ് വിസിറ്റ് കാശ്മീർ വൺസ് ഇൻ എ ലൈഫ് ടൈം. ഇത് നമ്മള് സ്വപ്നത്തിൽ കണ്ട പോലത്തെ അല്ല, സ്വപ്നത്തിൽ കാണുന്ന പോലത്തെ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു പ്രദേശം. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസിന്റെ ഒരു ക്ലാരിറ്റി കുറഞ്ഞത് കൊണ്ടാണ് കറക്റ്റായിട്ട് അതിന്റെ ദൃശ്യഭംഗി എനിക്ക് കാണിക്കാൻ കഴിയാത്തത്. അപ്പൊ നമ്മള് ഗുൽമാർഗില് കേബിൾ കാറിൽ ഗൊണ്ടോളയിൽ പോയ സ്ഥലമാണിത്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നാണ് ഗൊണ്ടോളയിലേക്ക് പോവുക. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഈ കാണുന്നത്. നല്ല സൂപ്പർ ബിൽഡിംഗ് കേട്ടാ, നല്ലൊരു ട്രഡീഷണൽ ബിൽഡിങ്, അടിപൊളി.
ഇവര് ഇർഫാൻ ഭായി നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കൂടെ 3 സെറ്റുള്ള ആളാണ്. ഇത് പുതിയ നമ്മൾ ഗുൽമാർഗിന്റെ പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള ലോക്കൽ ഗൈഡ് ആയിട്ടുള്ള ആളെ പേര്. आपका नाम बोलो ना? रफीक नाम है मेरा। रफीक, ओके ओके। किधर है? इधर है गुलमर्ग। गुलमर्ग गुलमार्ग, गुलमार्ग प्रॉपर गुलमार्गिലുള്ള ആളാണ് रफीक गुलमर्ग गाइड। रफीक गुलमार्ग गाइड, ओके सुपर। हेलो ഗുൽമാർഗ് എന്നുള്ള മടക്കത്തിലാണ് നമ്മള്. ഉച്ചഭക്ഷണം ഇതുവരെ കഴിച്ചില്ല. അത് തന്മാർഗിലെത്തിയിട്ട് കഴിക്കാനാണ് പ്ലാന്. ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കാശ്മീർ യാത്ര പകർന്നു നൽകുക. ആലിപ്പഴ വർഷം പോലെ അപ്രതീക്ഷിതമായ കാഴ്ചകളും അനുഭവങ്ങളും. ഗുൽമാർഗിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.